ഈ അടിയന്തര സമ്മേളനത്തിന്റെ പരമോദ്ദേശം ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അവതാര പുരുഷനായ ക്രിസ്തുദേവന്റെ ശിഷ്യൻ വിശുദ്ധ തോമാവുകൾക്ക് കൃത്യമായൊരു സ്വീകരണം നൽകേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ആ ദിവ്യചരിത്രം അദ്ദേഹത്തിന്റെ ശിഷ്യനിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള സന്ദർഭം അസുലഭമാണെന്ന് നാം വിശ്വസിക്കുന്നു. മഹാരാജാവേ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഗലീലയിലെ ഒരു രാജ്യമായ നസ്രത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഔസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ആ കന്യകയുടെ പേർ മറിയം എന്നായിരുന്നു. ദൈവദൂതൻ കന്യകയെ സമീപിച്ചു. നന്മ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്തു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. അവിടുന്ന് മഹാനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ദൈവവചനമനുസരിച്ച് ക്രിസ്തുദേവൻ കന്യകാപുത്രനായി പൂജാതനായി. ഓ, കന്യാപുത്രനോ? പ്രസവിച്ചു കഴിഞ്ഞാൽ അത് കന്യകയല്ല. ഒരുപക്ഷെ വിവാഹത്തിന് മുമ്പ് ഗർഭവതിയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു എന്താണ് നിർത്തിക്കളഞ്ഞത്? എന്താണെങ്കിലും തുറന്നു പറയൂ. അദ്ദേഹത്തിന് സംസാരിക്കുന്നില്ല, നാവുവാനങ്ങുന്നില്ല. അവിവേകം ക്ഷമിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. ദൈവം നാവ് തന്നത് അദ്ദേഹത്തെ നിന്ദിക്കാനല്ല, നിഷേധിക്കാനല്ല. സർവശക്തനായ ഈശോ മിശിഹ നിങ്ങൾക്ക് മാപ്പ് തരട്ടെ.